ഹലോ ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക്, അതായത് ബാലി വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ബാലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബാലിയിൽ കാല് കുത്തിയിരിക്കുകയാണ്. ബാലി എയർപോർട്ടിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിലും ഫ്ലൈറ്റിലും ഒക്കെ. അങ്ങനെ തിരക്കിനിടയിൽ കൂടി ചൂഴ്ന്നെന്തായാലും ഞങ്ങൾ വെളിയിൽ, അതായത് എയർപോർട്ടിനകത്തെത്തിയാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളൊക്കെയാണ് ഇതൊക്കെ. അപ്പം സിസ്ന എത്തിയിട്ടുണ്ട്. ഇനി രേഷ്മയെ കാണുന്നില്ല, അവൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ അവളെയും കിട്ടിയതാ നമ്മളെ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്, ബാലി എയർപോർട്ട്. ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിന് തന്നെ അവരുടെ കൾച്ചേഴ്സ് എല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഓരോ പിക്ചേഴ്സൊക്കെ ആയിട്ട്. നല്ല ഭംഗിയുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ. ഓരോയിടത്തും ഓരോ ലൈറ്റ് സെറ്റിംഗ് ആയാലും കൾച്ചർ സെറ്റപ്പ് ആയാലും എല്ലാം നോട്ടീസ് ചെയ്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്നതെല്ലാം വഴിയേ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നമ്മുടെ രാമായണം സ്റ്റോറിയുടെ പിക്ചേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. തുട്ടുകൾ എണ്ണി കാണിക്കടി. ഇറ്റ്സ് ഇന്തോനേഷ്യൻ മണി, ഇന്തോനേഷ്യൻ റുപ്പിയ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നായിരുന്നു വിസയൊക്കെ എടുത്തത്. അപ്പോൾ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതും എയർപോർട്ടിനുള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നല്ല കുപ്പിയും കലവും എല്ലാം അവിടുത്തെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ അവിടുത്തെ ബാലി നാടെല്ലാം ചുറ്റിക്കിറങ്ങിയിട്ട് ഇതൊക്കെ വാങ്ങാം. അത് കഴിയുമ്പോൾ നമ്മുടെ ലഗേജ് വരാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ പോലെയല്ല, അവിടെ കസ്റ്റം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ സെറ്റപ്പ് തന്നെയുണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളിവർ പുറത്തേക്ക് നമ്മളെ വിടുക. അപ്പോൾ ആ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ ഗൈഡ്, അതായത് നമ്മളെ പിക്ക് ചെയ്യാൻ കുറച്ച് ആളുകളൊക്കെ എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും, നമ്മൾ 10-16 പേരുണ്ട്, എല്ലാവരും പല ഫ്ലൈറ്റിലും പല ടൈമിലും ഒക്കെയാണ് എത്തിച്ചേരുന്നത്. ഇപ്പം ഞങ്ങൾ 4 പേരുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് എയർപോർട്ടിൻ്റെ പുറത്താണ് കേട്ടോ. ഇനി ഇവിടുന്ന് പുറത്തോട്ട് പോകാനായിട്ടുള്ള വഴിയാണ്. അപ്പോൾ രേഷ്മ സിം എടുക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഒരു 7 days നമ്മളിവിടെ ഉണ്ടല്ലോ, അപ്പം അവൾക്ക് സിമ്മൊക്കെ ആവശ്യമായിട്ട് വന്നു. പിന്നെ സിസ്നയൊക്കെ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് തന്നെ നെറ്റൊക്കെ ചാർജ് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ ഇതാണ് പുറത്തേക്കുള്ള വഴി. അപ്പം നമുക്ക് നോക്കാം നമ്മളെ പിക്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോയെന്ന്. അപ്പം സനയുടെ പേരോ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഇവിടെ എവിടെയോ ആ പുള്ളിക്കാരൻ ഒളിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ തപ്പി നടക്കുവാണ്. അവർക്കും അറിയില്ലല്ലോ എപ്പോഴാണ് ടൈമിന് നമ്മളെപ്പോഴാണ് പുറത്തിറങ്ങുന്നതെന്നുള്ളത്. ഒരു മനുഷ്യരാണല്ലോ, എവിടെയെങ്കിലും റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഞങ്ങളങ്ങനെ ബാലിയിൽ കാല് കുത്തിയിരിക്കുകയാണ് ഗായ്സ്. അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ഇനി നേരെ റൂമിലോട്ട്. ഫസ്റ്റിൽ തന്നെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു നൂഡിൽസ് അങ്ങ് തട്ടി. അങ്ങനെ ഇതും കഴിച്ച് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോകും. അപ്പോഴാണ് സ്വിമ്മിംഗ് പൂൾ കണ്ണിൽപ്പെട്ടത്. അങ്ങനെ അതൊക്കെ വാറ്റിത്തിരിഞ്ഞ് ഞാനും രേഷ്മയും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചെറിയ ചെറിയ സ്വിങ്ങുകളൊക്കെ അവിടെ ഇരിക്കുന്നു. ആശാട്ടി അതിൽ കയറി ജസ്റ്റ് ഒന്ന് വീണില്ല. എന്തായാലും ആരും കണ്ടില്ല, ഞാനും അവളും മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു ബാർ സെറ്റപ്പാണ് അതൊക്കെ. അപ്പോൾ വേറൊരു സിംഗ് ഇവിടെ ഉണ്ട്. അപ്പം ഞാനും അതിൽ കയറിയിരുന്നു, കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഷിയു. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. നാളെ കാണാം, ബൈ.